ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോ വീട്ടിലിരുന്ന് തയ്ക്കുന്ന, പ്രത്യേകിച്ച് യൂട്യൂബൊക്കെ നോക്കി തയ്യൽ പഠിച്ച അഥവാ പഠിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഇപ്പോൾ നമ്മുടെ ചാനലിൽ ഒരു ഗിവ് അവേ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അപ്ഡേഷൻസ് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ ഒരു 3 ക്വസ്റ്റ്യൻ കൊടുത്തിട്ട് ജസ്റ്റ് അതിൻ്റെ ആൻസർ കമൻറ്റ് ചെയ്യാനായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആരും കറക്റ്റായിട്ട് ആൻസർ ചെയ്യാത്തത് കൊണ്ടാണ് നമ്മൾ വിന്നറിനെ സെലക്ട് ആക്കാൻ വേണ്ടിയിട്ട് പറ്റാത്തത് കേട്ടോ. സോ അതുകൊണ്ട് നമ്മൾ ഈ വീഡിയോയിലും ഒരു ഗിവ് അവേ വെക്കുന്നുണ്ട്. ഇപ്രാവശ്യം ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല, ജസ്റ്റ് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അത്രേ ഉള്ളൂ. ഏറ്റവും കൂടുതൽ കമൻറ്റ് ഇടുന്ന ആൾക്കാണ് നമ്മൾ ഗിവ് അവേ പ്രൈസായ 2000 റുപ്പീസ് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. പക്ഷേ ഒറ്റൊരു കണ്ടീഷനേ ഉള്ളൂ. കമൻറ്റ് എന്താണ് ഇടേണ്ടതെന്ന് ഞാൻ ഈ വീഡിയോയിൽ പറയാം. അതുകൊണ്ട് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ ആളുകളും യൂട്യൂബ് നോക്കി തന്നെയാണ് തയ്യൽ പഠിക്കാറുള്ളത്. ഞാനും അങ്ങനെ തന്നെയാണ് സ്റ്റിച്ചിങ് ഒരു 80% പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴും ഞാൻ കുറേ ചാനൽസൊക്കെ നോക്കി എൻ്റെ മിസ്റ്റേക്കുകളൊക്കെ കറക്റ്റ് ചെയ്തിട്ട് തന്നെയാണ് ഈ ഒരു പ്രൊഫഷൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ ഈ യൂട്യൂബ് നോക്കി തയ്ക്കാൻ പഠിച്ചിട്ട് എന്തൊക്കെ മിസ്റ്റേക്കാണ് നമുക്ക് വരാൻ ചാൻസസ് ഉള്ളത്, അതൊക്കെ എങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഷെയർ ആക്കുന്നത്. ഞാനും ഈ ഒരു യൂട്യൂബ് വീഡിയോ നോക്കി പഠിച്ചതുകൊണ്ട് തന്നെ എനിക്ക് നേരിട്ടിട്ടുള്ള പ്രശ്നങ്ങളും അതിൽ ഞാനായിട്ട് സ്വയം കണ്ടുപിടിച്ച സൊല്യൂഷൻസും ഒക്കെയാണ് ഇതിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ആക്കുന്നത്. തുടക്കത്തിൽ ഞാൻ ഏറ്റവും ഫേസ് ചെയ്ത ഒരു പ്രശ്നം എന്ന് പറയുന്നത് കട്ടിങ് മിസ്റ്റേക്കാണ്. കട്ടിംഗ് എന്ന് വെച്ചാൽ ചില ഫാബ്രിക്കിൽ ഞാൻ കട്ട് ചെയ്യുമ്പോൾ വളരെ പെർഫെക്റ്റായിട്ട് വരും. അതേ മെത്തേഡ് തന്നെ വേറൊരു ഫാബ്രിക്കിൽ ചെയ്യുമ്പോൾ അത്രയും പെർഫെക്റ്റായിട്ട് എനിക്ക് വരുന്നുണ്ടായിരുന്നില്ല. സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴും ആ ഒരു പെർഫെക്ഷൻ എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തുണിയുടെ ഗ്രെയിൻ അനുസരിച്ചിട്ട് വേണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് ഞാൻ കുറേ വീഡിയോസും ഗൂഗിളും ഒക്കെ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച ഒരു കാര്യമാണ്. നമ്മുടെ തുണിയുടെ ഗ്രെയിൻ അനുസരിച്ചിട്ട് നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ഇനി ഗ്രെയിൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തുണിയുടെ നെയ്ത്ത് ദിശ എന്ന് പറയും, അല്ലെങ്കിൽ നൂലിൻ്റെ ദിശ, അങ്ങനെയൊക്കെയാണ് നമ്മൾ മലയാളത്തിൽ പറയുക. ഞാനിവിടെ സിമ്പിളായിട്ട് പറഞ്ഞു തരാം. നമ്മുടെ ചില തുണിയിൽ നൂല് സ്ട്രെയിറ്റ് ലെങ്ത്ത് വൈസ് ഉണ്ടാവും, ചിലത് വീതിയുള്ള അതായത് വിഡ്ത്ത് വൈസ് ആണ്, ചിലത് ക്രോസ് വൈസ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. അതിൻ്റെ പിക്ചേഴ്സ് ഞാനിതിൽ കൊടുക്കാം, അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ആ ഒരു ഗ്രെയിൻ അനുസരിച്ച്, ആ ഒരു തുണിയുടെ ഗ്രെയിൻ എങ്ങനെയാണോ അതനുസരിച്ചിട്ട് വേണം കട്ട് ചെയ്യാൻ. ഇല്ലെങ്കിൽ നമ്മൾ ചില റയോൺ ഫാബ്രിക്കൊക്കെ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ സ്ലീവൊക്കെ നമുക്ക് മെറ്റീരിയൽ കറക്റ്റ് തികയാതെ വരുമ്പോഴൊക്കെ തിരിച്ച് വെച്ചൊക്കെ നമ്മൾ പാറ്റേൺ കട്ട് ചെയ്യും. അങ്ങനെ വരുമ്പോൾ അതിൽ നൂലിങ്ങനെ വിട്ട് വരിക, അല്ലെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഒന്ന് ചുരുങ്ങിയിരിക്കുക, ഒരു പെർഫെക്ഷൻ ഇല്ലായ്മ അതിൽ കാണാൻ പറ്റും നമ്മൾ ഗ്രെയിൻ അനുസരിച്ച് കട്ട് ചെയ്തില്ലെങ്കിൽ. നമ്മൾ യൂട്യൂബൊക്കെ നോക്കി പഠിക്കുമ്പോൾ അവർ ഈ പാറ്റേൺ വെച്ച് കട്ട് ചെയ്യാൻ മാത്രമേ കാണിക്കത്തുള്ളൂ, ഈ എങ്ങനെയാണ് ഗ്രെയിൻ അനുസരിച്ച് കട്ട് ചെയ്യാനൊന്നും കാണിക്കത്തില്ല. അപ്പോൾ നമ്മൾ ഫാബ്രിക്കിൻ്റെ ഗ്രെയിൻ അനുസരിച്ചിട്ട് വേണം ഇത് കട്ട് ചെയ്തെടുക്കുക, പാറ്റേൺ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അതിൽ വീഡിയോസോ ഇമേജസോ ഞാനിതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ തയ്ക്കുമ്പോഴുണ്ടാകുന്ന മിസ്റ്റേക്കുകളെക്കുറിച്ച് പറയാനാണെങ്കിൽ ഈ ഒരു വീഡിയോ ഭയങ്കര ലെങ്തി ആയി പോവും. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് അതിൻ്റെ പോയിൻറ്റ്സ് മാത്രം പറയാം. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ വേണം എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. നമ്മൾ ഫസ്റ്റ് മിസ്റ്റേക്ക് നമ്മൾ വരുന്നത് സ്റ്റിച്ച് ലെങ്ത്ത് സെലക്ട് ചെയ്യുമ്പോഴാണ്. അത് ഓരോ ഫാബ്രിക്കിനും നമ്മൾ സ്റ്റിച്ച് ലെങ്ത്ത് മാറ്റിക്കൊണ്ടിരിക്കണം. എന്നിട്ട് ഒരു പ്രൊഡക്റ്റ് തയ്ക്കുമ്പോൾ അതേ നമ്മൾ സെലക്ട് ചെയ്ത് വെച്ച സ്റ്റിച്ച് ലെങ്ത്തിൽ തന്നെ അത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും നിങ്ങൾ ശ്രദ്ധിക്കണം. ഇനി ത്രെഡ് ടെൻഷൻ നമുക്ക് ബിഗിനേഴ്സിന് മാത്രമല്ല എപ്പോഴും തയ്ക്കുന്ന എല്ലാവർക്കും വരുന്ന ഒരു മിസ്റ്റേക്ക് എന്നല്ല, ഒരു പ്രോബ്ലം തന്നെയാണ് നമ്മുടെ ത്രെഡ് ടെൻഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ബോട്ടവും ടോപ്പിലും ത്രെഡ് ടെൻഷൻ ഓരോ ഫാബ്രിക്കിനനുസരിച്ച് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്ന നീഡിൽസ് ആണ്. കാരണം നമ്മൾ ഓരോ ഫാബ്രിക്കിനും ഓരോ നീഡിൽസാണ്
സൈസ് നീഡിൽസാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം നമ്മൾ സാറ്റിനിൽ ഉപയോഗിക്കുന്ന നീഡിൽ സൈസ് അല്ല നമ്മൾ ഡെനിം ഫാബ്രിക്കിൽ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ നീഡിൽ സൈസ് കറക്റ്റായിട്ട് ഉപയോഗിക്കാനും ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തുടക്കത്തിലും നമ്മൾ ലോക്ക് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യുക. ലാസ്റ്റ് വന്നിട്ടും നമ്മൾ ബാക്ക് സ്റ്റിച്ച് ഇട്ടിട്ട് അതൊന്ന് ലോക്ക് ചെയ്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട്. ഇതെല്ലാം സ്റ്റിച്ച് ചെയ്യുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു പോയിൻ്റ് ആയിരിക്കും. എന്നാലും ഞാനിതിലൊന്ന് പറഞ്ഞതേ ഉള്ളൂ ബിഗിനേഴ്സിന് വേണ്ടിയിട്ട്. ഇത് കോർണേഴ്സൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കുത്തി നിർത്തി നമ്മുടെ ഫാബ്രിക് കറക്റ്റായിട്ട് റൊട്ടേറ്റ് ചെയ്ത് വെച്ചിട്ട് അവിടെയും ഒരു ബാക്ക് സ്റ്റിച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അടുത്ത പോയിൻ്റ് എന്ന് പറയുന്നത് അധികം ആരും ശ്രദ്ധിക്കാത്ത എന്നാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എല്ലാ ബിഗിനേഴ്സിനും വരുന്ന ഒരു കോമൺ മിസ്റ്റേക്കും കൂടെയാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എല്ലാ ഫാബ്രിക്കും സ്ട്രെയിറ്റ് സ്റ്റിച്ച് വെച്ചിട്ടല്ല സ്റ്റിച്ച് ചെയ്യുന്നത്. നമ്മൾ ഒരു കോട്ടൺ ഫാബ്രിക് തയ്ക്കുന്ന സ്ട്രെയിറ്റ് സ്റ്റിച്ച് വെച്ചിട്ട് നമ്മൾ ഒരു ബനിയൻ ക്ലോത്ത് തയ്ക്കാൻ പറ്റത്തില്ലല്ലോ. അതിനനുസരിച്ച് നിങ്ങൾ ഓരോ ഫാബ്രിക്കിനും അനുസരിച്ചുള്ള സ്റ്റിച്ചുകളും കൂടി തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. കാരണം ഒരു എലാസ്റ്റിക് തയ്ക്കുമ്പോൾ സ്ട്രെച്ചബിൾ ആയിട്ടുള്ള സ്റ്റിച്ച് സെലക്ട് ചെയ്ത് നിങ്ങൾ തയ്ച്ചിട്ടുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ലുക്കിൽ നിങ്ങൾക്ക് ആ ഒരു പ്രൊഡക്റ്റ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മുടെ യൂസ് ചെയ്യുന്ന ഫാബ്രിക്കിനനുസരിച്ച് നമ്മുടെ സൂചി സൈസ്, നമ്മുടെ സ്റ്റിച്ച് ലെങ്ത്ത്, സ്റ്റിച്ച് ടൈപ്പും കൂടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാനിതിൽ വളരെ കുറച്ച് മിസ്റ്റേക്സേ പറഞ്ഞിട്ടുള്ളൂ. കാരണം മിസ്റ്റേക്ക് എല്ലാം കൂടെ ഒരേ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഭയങ്കര ലെങ്തി ആയി പോകും. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഇത്രയും മാത്രമേ ഞാൻ ഇൻക്ലൂഡ് ആക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ ഗിവ് അവേയിൽ എന്താണ് കമൻറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം. നിങ്ങളൊരു ഹാർട്ടിൻ്റെ ഇമോജിയും നമ്മുടെ തയ്ക്കുന്ന സൂചിയുടെ ഇമോജിയും ഒരുമിച്ച് ടൈപ്പ് ചെയ്ത് കമൻറ്റ് ചെയ്തിട്ടാൽ മതി. വീഡിയോ ലൈക്ക് ചെയ്യുക, എന്നിട്ട് ഞാനീ പറഞ്ഞത് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഏറ്റവും കൂടുതൽ കമൻറ്റ് ചെയ്യുന്ന ആളെ നമ്മൾ കമൻറ്റ് പിക്കർ വഴി ആണ് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ മാക്സിമം നിങ്ങൾ എത്ര പ്രാവശ്യം കമൻറ്റ് ചെയ്യുന്നുണ്ടോ അത്രയും ചാൻസസ് നിങ്ങൾക്ക് വിൻ ചെയ്യാനുള്ള ചാൻസ് കൂടുന്നുണ്ട്. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക. മാക്സിമം നിങ്ങൾ എത്ര പ്രാവശ്യം വേണമെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. താങ്ക്